ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് ചൈനയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അതിന് തൊട്ട് തലേ ദിവസം ജപ്പാനിലേക്ക് പോകും. ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദയുമായിട്ട് ചേർന്ന് ഇൻഡോ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും പങ്കെടുക്കും. അപ്പോൾ ജപ്പാനുമായിട്ട് നമ്മൾ ബന്ധം മെച്ചപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നത് അമേരിക്ക കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് മേൽ 25% ടാക്സ് ഏർപ്പെടുത്തിയത് ഇപ്പോൾ പതിയെ 50% എത്തുന്നു. അതായത് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തെ ആറ്റം ബോംബ് ഇട്ടുകൊണ്ട് തകർത്തത് അമേരിക്കയായിരുന്നു. പിന്നീട് അവർക്ക് തെറ്റുപറ്റിയെന്നൊക്കെ മനസ്സിലായെങ്കിലും ജപ്പാനെ അവർ സഹായിച്ച് സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്നു വരാനുള്ള എല്ലാ പിന്തുണയും നൽകി. സമാനമായ രീതിയിൽ ഇന്ത്യക്ക് നേരെ തീരുവ കൂട്ടിക്കൊണ്ട് ആണവ ആക്രമണം നടത്തും. നമ്മൾ വിചാരിക്കുന്ന പോലെ ജപ്പാനിൽ ചെയ്തതുപോലെ ആറ്റം ബോംബ് കൊണ്ടിടുകയല്ല, പകരം വാക്കുകൾ കൊണ്ട് ആണവ ആക്രമണം നടത്തുന്നു. നിങ്ങളെ ഞങ്ങൾ പൂർണ്ണമായിട്ടും തകർക്കും, നിങ്ങളുടെ വിപണിയെ ഇല്ലാതാക്കും. അതുകൊണ്ട് ഇന്ത്യ അവരുടെ കാല് പിടിക്കണം. അങ്ങനെ കാല് പിടിച്ചാൽ പിന്നെ ഇന്ത്യയെ ഞങ്ങൾ സഹായിക്കാം. ഒരു കാലത്ത് എങ്ങനെയാണോ ചൈനയെ ലോകത്തിൻ്റെ പ്രൊഡക്ഷൻ ഹബ്ബായിട്ട് അമേരിക്ക മാറ്റിയത്, അതുപോലെ തന്നെ ചൈനയിൽ നിന്ന് ആ പ്രൊഡക്ഷൻ ഹബ്ബ് ഇന്ത്യയിലേക്ക് മാറ്റാമെന്നാണ് ചിന്ത. ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കമല്ല. നമുക്കറിയാം, ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന വെസ്റ്റേൺ രാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്. ഈ ശക്തി ഇന്ത്യയിലെ ഇലക്ഷൻ അട്ടിമറിക്കാനായിട്ട് പല നീക്കങ്ങളും നടത്തിയത് വാർത്തകളിലൂടെ നമ്മൾ കണ്ടും കേട്ടുമൊക്കെ അറിഞ്ഞതാണ്. ഈ ഡീപ് സ്റ്റേറ്റിനെ എതിർത്താണ് ഡൊണാൾഡ് ട്രംപ് അവിടെ പ്രസിഡന്റ് പദത്തിലെത്തിയത്. പക്ഷേ പിന്നീട് ട്രംപ് അനഭിമതനായി മാറിയതോടുകൂടി ഡീപ് സ്റ്റേറ്റ് ട്രംപിനെയും വരിഞ്ഞു മുറുക്കി. തുടർന്ന് അവരുടെ നീക്കങ്ങളാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ താരിഫ് വർദ്ധിപ്പിച്ചുകൊണ്ട് തകർക്കാനുള്ള ശ്രമം. അതായത് റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നു, ആയുധം മേടിക്കുന്നു. ഇതാണ് ഇന്ത്യക്ക് മേലുള്ള ഒരു കുറ്റം. മറ്റൊന്ന്, അവിടുത്തെ ഈ ജനിതകമാറ്റം വരുത്തിയ പച്ചക്കറികൾ ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. മറ്റൊന്ന്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്ക മധ്യസ്ഥം വഹിച്ചുകൊണ്ടാണ് വെടിനിർത്തൽ ഉണ്ടായതെന്ന് നമ്മൾ ലോകത്തോട് സമ്മതിക്കുന്നില്ല. ഇതൊക്കെ തന്നെ അവർക്ക് നമ്മളോടുള്ള ദേഷ്യമുണ്ടാക്കി. അപ്പോൾ നമ്മൾ ആ പഴയ കാലത്തിലേക്കൊന്ന് പോകണം. ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന് നേൽ ആക്രമണം ഉണ്ടായതിന് ശേഷം അമേരിക്കയ്ക്ക് വലിയ കുറ്റബോധമൊക്കെ ഉണ്ടായി. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജപ്പാനെ പിന്നീട് സാമ്പത്തികമായിട്ട് ഉയർന്നു വരാനായിട്ട് അമേരിക്ക സഹായിച്ചു. അതുകൊണ്ട് 1950 മുതൽ നടത്തിയ ഈ സഹായത്തിലൂടെ ജപ്പാന് ഈ പറയുന്ന ഡേറ്റ, അതുപോലെ തന്നെ ടെക്നോളജി, ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അവർക്ക് മുന്നിൽ അമേരിക്കയുടെ വലിയ മാർക്കറ്റ് തുറന്നു കൊടുക്കുന്നു, സാമ്പത്തികമായ എയ്ഡ് കൊടുക്കുന്നു. അങ്ങനെ ജപ്പാനെ പതിയെ സഹായിച്ചു. ജപ്പാൻ ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ ലോകമെമ്പാടും ജനങ്ങളുടെ ഒരു താല്പര്യം പിടിച്ചു പറ്റുകയും ചെയ്തു. നമുക്കറിയാം, ഇപ്പം ഓട്ടോമൊബൈൽ രംഗത്ത് പറയുകയാണെങ്കിൽ ഹോണ്ട, നിസാൻ, ടയോട്ട തുടങ്ങിയ കമ്പനികൾ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ പാനസോണിക്, നാഷണൽ, സോണി തുടങ്ങിയ കമ്പനികളുടെ പ്രോഡക്റ്റ് ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ആകർഷിച്ചു. അതായത് ഇപ്പോൾ മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ് ലോകമെമ്പാടും ഉൽപ്പന്നങ്ങൾ പ്രചരിക്കുന്നത് പോലെ ഒരു കാലത്ത് മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് പറഞ്ഞാൽ ആ ഉൽപ്പന്നങ്ങൾ തേടി ആളുകൾ എത്തുമായിരുന്നു. ഇതിൻ്റെ ഗുണം ഇപ്പോൾ നമുക്കറിയാലോ, ഇന്ത്യയിൽ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്നു, അതുപോലെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനമൊക്കെ ഉണ്ടാക്കുമ്പോൾ താരതമ്യേന വില കുറവാണ്, എന്നാൽ അതിൻ്റെ ക്വാളിറ്റി കൂടുതലാണ്. ഇതേ തന്ത്രമായിരുന്നു അന്ന് ജപ്പാൻ ഉപയോഗിച്ചത്. കുറഞ്ഞ വിലയിൽ ക്വാളിറ്റി കൂടി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിറ്റതോടുകൂടി അമേരിക്കയിലെ ജനങ്ങൾക്ക് ഈ ജപ്പാൻ പ്രോഡക്ട്സ് മതി എന്ന നിലയിലായി. അതായത് കൂടുതലും ജപ്പാൻ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യും, പക്ഷേ അമേരിക്ക ജപ്പാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് വളരെ കുറച്ച് വസ്തുക്കളാണ്. അങ്ങനെ ആയപ്പോൾ അമേരിക്ക എത്ര വലിയ ശക്തിയാണോ അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ ജപ്പാൻ പതിയെ വളർന്നു വന്നു. ഏതാണ്ട് 1985-90 കാലഘട്ടമായപ്പോഴേക്കും ജപ്പാൻ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് മുന്നേറുന്നു. ഇത് കൃത്യമായിട്ട് അമേരിക്ക മനസ്സിലാക്കി. ഈ രീതി പോവുകയാണെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞ് 1995 ആകുമ്പോഴേക്കും ഒരു പക്ഷേ അമേരിക്കയെ മറികടക്കാൻ കഴിയുന്ന വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് ജപ്പാൻ മാറുമെന്ന് അവർ മനസ്സിലാക്കി. അതോടുകൂടിയാണ് ജപ്പാൻ്റെ GDPയും അമേരിക്കയുടെ GDP ഒക്കെ അവർ താരതമ്യം ചെയ്തു. അന്ന് 1990-കളിൽ ജപ്പാൻ്റെ GDP എന്ന് പറയുന്നത് 3.1 ആയിരുന്നു. അന്ന് അമേരിക്കയുടെ GDP 5.5 ആണ്. ഈ സമയത്ത് ഇന്ത്യ നമ്മുടെ ഈ കവാടങ്ങൾ, അതായത് കച്ചവടത്തിൻ്റെ കവാടങ്ങളൊക്കെ തുറന്നതേ ഉള്ളൂ. ആ സമയത്ത് ജപ്പാൻ വലിയ ശക്തിയാണ്. പതിയെ ജപ്പാന് പണി കൊടുക്കാൻ അമേരിക്ക തീരുമാനിക്കുന്നു. അങ്ങനെയാണ് നമുക്കറിയാം ഈ പ്ലാസ അക്കോർഡ് എന്ന് പറയുന്ന ഒരു ഉടമ്പടിയിലേക്ക് വരുന്നു. അതായത് ന്യൂയോർക്ക് സിറ്റിയിലെ പ്ലാസ ഹോട്ടലിൽ നടന്ന ഒരു ഉടമ്പടി. അതിൽ അമേരിക്കയ്ക്ക് പുറമെ ബ്രിട്ടൻ, ഫ്രാൻസ്, വെസ്റ്റ് ജർമ്മനി, ഒപ്പം ജപ്പാനും പങ്കെടുത്തു. എന്നിട്ട് ഇങ്ങനെ കയറ്റുമതിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ ഡോളറിന് മൂല്യച്യുതി വരുത്താനായിട്ട് അമേരിക്ക തീരുമാനിച്ചു.
അപ്പോൾ ജപ്പാൻ്റെ യെൻ ഉൾപ്പെടെയുള്ള കറൻസികൾക്ക് മൂല്യം കൂടും. പക്ഷേ ഇതൊരു ട്രാപ്പായിരുന്നു. ഈ ട്രാപ്പിൽ കൃത്യമായിട്ട് ജപ്പാൻ ചെന്ന് വീഴുന്നു. അങ്ങനെ പതിയെ പതിയെ സാമ്പത്തിക ശക്തിയായി വളർന്ന ജപ്പാന് പിന്നീട് അധപ്പതനം ഉണ്ടാകുന്നു. മാത്രമല്ല 1990കളിൽ ആ ജപ്പാൻ്റെ ഒരു ബൂം അതിനെ പെട്ടെന്ന് പിടിച്ചിട്ട പോലെ നിർത്താനായിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചു. അതായത് ഓഹരി വിപണി ഇടിയുന്നു, അതുപോലെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം തകരുന്നു. അങ്ങനെ ജപ്പാൻ്റെ ആ മൂവ്മെൻറ്റ് പിന്നീട് ശരിയായിട്ട് രീതിയിൽ നടക്കുന്നില്ല. അപ്പോൾ റൊണാൾഡ് റെയ്ഗൻ ഉൾപ്പെടെയുള്ളവരുടെ കാലത്ത് നടന്ന കൃത്യമായ ഓപ്പറേഷനാണെന്ന് പറയാം. ഇതിന് സമാനമായ രീതിയിൽ ചൈനയ്ക്കും ചില പണികൾ നടത്തു. കാരണം അന്ന് പ്രൊഡക്ഷൻ ഹബ്ബ് ജപ്പാനായിരുന്നുവെങ്കിൽ പതുക്കെ പതുക്കെ ഏഷ്യയിലെ ചൈന എന്ന് പറയുന്ന രാജ്യത്തെ വളർത്താനായിട്ട് അമേരിക്ക ശ്രമിച്ചു. അതിൻ്റെ കാരണം USSR അമേരിക്കയുടെ ശത്രുവാണ്. USSRനൊപ്പം നിന്ന ചൈനയെ അടർത്തി മാറ്റിയിട്ട് അമേരിക്ക പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ കമ്പനികൾ വൻതോതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഞങ്ങൾ അവിടെ ധാരാളം പ്രൊഡക്ഷൻ നടത്താം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേരും. അങ്ങനെ ചൈന അമേരിക്കയ്ക്ക് ഒപ്പം ചേരുകയും ചൈന ഒരു പ്രൊഡക്ഷൻ ഹബ്ബായി വളരുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇന്ന് അമേരിക്ക ഭയപ്പെടുന്ന തരത്തിൽ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് ചൈന വളരുന്നു. എന്നിട്ട് ചൈനയുടെ വളർച്ചയും അമേരിക്കയെ മറികടക്കുമെന്ന ഘട്ടം വന്നപ്പോൾ ചൈനയ്ക്ക് നേരെ ഈ പ്ലാസ അക്കോർഡ് എന്ന് പറയുന്ന ഒരു ഉടമ്പടിയിലേക്ക് പോകാൻ ശ്രമിച്ചു. മറ്റ് ചില കരാറുകളിൽ ഒപ്പിടണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചൈന കൃത്യമായിട്ട് അതിനെല്ലാം തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോയി. അമേരിക്കയുടെ കൈവിട്ടുപോയി. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇന്ത്യ പതുക്കെ ഈ സൈനിക മേഖലയിൽ സാമ്പത്തിക മേഖലയിലൊക്കെ ഒരു ശക്തിയായിട്ട് വരുന്നു. അതായത് ലോകത്തെ 4ാമത്തെ സമ്പദ് ശക്തിയായിട്ട് ജപ്പാനെ മറികടന്ന് നമ്മൾ എത്തുന്നു. ഇനി കുറച്ച് കാലത്തിനുള്ളിൽ ജർമ്മനിയെ മറികടക്കും. അത് അമേരിക്ക ഭയപ്പെടുന്നു. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് ഇപ്പോൾ ഏതാണ്ട് 4.2 ട്രില്യൺ ആണ്. അതൊരു 2 വർഷത്തിനുള്ളിൽ $5 ട്രില്യൺ മാറും. മാത്രമല്ല ഈ രീതിയിൽ പോയാൽ 2047 നമ്മൾ $15 ട്രില്യൺ GDP ഉള്ള രാജ്യമായി മാറും. ഇത് അമേരിക്കയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവർ പറയുന്നത് ഇന്ത്യ അത്രയൊക്കെ ആയിക്കോട്ടെ, പക്ഷേ 2047 വേണ്ട, 2060 ആകുമ്പോഴത്തേക്കും മതി, അത്രയും കാലം പിടിച്ചു നിർത്തണം. ഇതാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ കൃത്യമായ തന്ത്രം. അപ്പോൾ ജപ്പാനെ ആണവ ആക്രമണം നടത്തി തകർത്തതുപോലെ ഇന്ത്യയെ വ്യാപാര ചുങ്കത്തിൻ്റെ പേരിൽ ആണവ ആക്രമണം നടത്തി തകർക്കുന്നു. എന്നിട്ട് പതിയെ പതിയെ ഇന്ത്യയെ സഹായിക്കാം. ഇന്ത്യൻ വിപണിയെ പൂർണ്ണമായിട്ടും തകർക്കാനൊന്നും അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. പകരം ഈ നമ്മുടെ ഒരു 2-10 വർഷത്തിനുള്ളിൽ നമ്മളതൊരു 6 ട്രില്യൺ മുതൽ 10 ട്രില്യൺ വരെ GDP ആയി ഉയരുന്നത് അമേരിക്കയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർക്ക് അത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഡീപ് സ്റ്റേറ്റ് ഈ ഇടപെടൽ നടത്തിയത്. അപ്പോൾ എന്തായാലും ഈ താരിഫ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ലോകരാജ്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ഈ രീതിയിൽ പോയാൽ അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇത്തരം ഒരു നീക്കം നടത്തിയത്. അപ്പം ജപ്പാനിൽ പ്രയോഗിച്ച് വിജയിച്ച തന്ത്രം, ഇന്നും ജപ്പാൻ അമേരിക്കയുടെ ഒരു അടിമയാണ്. അവരുടെ GDP എന്ന് പറയുന്നത് 4.1, 4.2 ആ റേഞ്ചിൽ അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക് വളരാൻ കഴിയുന്നില്ല. കാരണം അവർക്ക് ഡിഫൻസ് പോലും, പ്രതിരോധ സേന പോലുമില്ല. അമേരിക്ക നൽകുന്ന സഹായമാണ്. ഇവിടെയാണ് ചൈന വലിയ ഞെട്ടൽ അമേരിക്കയ്ക്ക് നൽകിയത്. അതുകൊണ്ട് ചൈനയിൽ നിന്ന് പ്രൊഡക്ഷൻ ഹബ് ഇന്ത്യയിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞ് ട്രംപ് മോദിയെ കയ്യിലെടുക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ നമ്മൾ സ്വതന്ത്രമായ ഒരു നയതന്ത്ര നിലപാട് സ്വീകരിച്ചത് അമേരിക്കയെ ഞെട്ടിച്ചു. അതുകൊണ്ട് അവർക്ക് നമ്മളെ പൂർണ്ണമായിട്ടും കയ്യിലെടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പം ചൈനയ്ക്ക് കൊടുത്ത ഒരു പണി അവരെങ്ങനെ തട്ടിത്തെറിപ്പിച്ചോ അതിനേക്കാൾ മനോഹരമായിട്ട് ഇന്ത്യ അമേരിക്കൻ നീക്കത്തെയൊക്കെ തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യയെ തകർത്തുകൊണ്ട് ജപ്പാനെ തകർത്തതിന് സമാനമായ രീതിയിൽ അമേരിക്കയ്ക്ക് മേൽക്കൈ നേടാനാണ് ശ്രമങ്ങളെല്ലാം നടത്തുന്നത്. ഇത് ഒരു കാരണവശാലും ഇന്ത്യ അംഗീകരിക്കില്ല. എന്തായാലും ജപ്പാനിലെ ഈ പറയുന്ന പ്ലാസ അക്കോർഡ് ഇപ്പോൾ ഉയർന്നു വരാൻ, അല്ലെങ്കിൽ ചർച്ചാ വിഷയമായി മാറാനുള്ള കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ജപ്പാനിൽ സന്ദർശനം നടത്തുന്നു. അപ്പം ക്വാഡ് പോലെയുള്ള സഖ്യങ്ങളിൽ ജപ്പാൻ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നത് അമേരിക്കയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഫുമിയോ കിഷിദയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ജപ്പാനിൽ ഇൻഡോ ജപ്പാൻ വാർഷിക പദ്ധതി ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുള്ള പണിയാണ് ഇപ്പോൾ അമേരിക്ക അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.